നമ്മുടെ പാക്കേജിൻ്റെ 3ാമത്തെ ദിവസമാണ്. നമ്മളിന്ന് പോകുന്നത് ഇവിടെ 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ അവിടെ ആ എക്കോ പാർക്കിലാണ് പോകുന്നത്, 900 കണ്ടി എക്കോ പാർക്കിൽ. അപ്പോൾ അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജും സ്വിങ്ങൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് അവർക്ക് പോത്തുംകാല് കൂടി കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്കത് അവൈലബിൾ ആവുള്ളൂ. സോ അപ്പോൾ ഞാൻ ഇന്ന് വിളിച്ച് നോക്കിയവരെ, അപ്പം രാത്രിയിലേക്ക് നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. സോ ഞാനിപ്പോൾ ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ഗസ്റ്റ് ഉള്ളത് നമ്മുടെ വൈത്തിരി ഹോളിഡേ റിസോർട്ടിലാണ്. അപ്പോൾ അവരെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട്. സോ നമ്മളിപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജിൻ്റെയും ബാക്കി സ്ഥലങ്ങളുടെയൊക്കെ വിശേഷങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 900 കണ്ടിയിലേക്ക് പോകുന്ന എക്കോ പാർക്കിൻ്റെ പാർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ജീപ്പ് എടുത്തിട്ട് വേണം പോകാൻ. ഓക്കെ, അപ്പോൾ 200 രൂപയാണ് പെർ ഹെഡ് റേറ്റ് വരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ജീപ്പിന് 1100 ആ റേറ്റിലാവും. നമുക്ക് തന്നെ ഒരു ജീപ്പ് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ 5 അഡൾട്ട്സ് 6 അഡൾട്ട്സേ പറ്റുള്ളൂ. അങ്ങനെ പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്തിട്ട് പോകാം. ജീപ്പിന് പൈസ പോയി വന്നിട്ട് കൊടുത്താൽ കേട്ടോ. നിങ്ങൾ എത്ര പേരെ? 3 പേര് 700, ബാക്കി 2 പേര് 500. ഇതാണ് നമ്മുടെ ജീപ്പ് കേട്ടോ. നമ്മളിതിൽ കയറി പോകാൻ പോവാണ്. ഫിലിമിലുണ്ടല്ലേ നടന്നുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല, കുറച്ച് റിസ്ക് അത് മാത്രമേ ഉള്ളൂ. ഞങ്ങളിവിടെ നടന്നു പോകണ്ടേ? വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഡെലിവറി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. പേടിക്കാനില്ല. ഡെലിവറി ഉണ്ടായിട്ട് അലൗഡല്ല.
ടിക്കറ്റ്. ഒരാൾക്ക് 250 കിഡിന് 100 വെച്ചിട്ട് ടോട്ടൽ 950 രൂപയായിട്ടുണ്ട്. 750 പ്ലസ് 200 950 രൂപയാണ് വരുന്നത്. ഈ ടൈപ്പാണ് ടിക്കറ്റ് വരുന്നത് കേട്ടോ. ഇത് 2 അഡൽട്ടും 2 കിഡും ഇത് കുട്ടികളുടെ, ഇത് അഡൾട്ടിൻ്റെ. ഇതാണ് പാർക്ക്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഇനി ഇവിടെ ആക്ടിവിറ്റീസ്, കുറേ ആക്ടിവിറ്റീസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് സ്കൈ സൈക്ലിംഗ് ആണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇതാ കാണുന്നത്. അപ്പോൾ ശരിപ്പം നമ്മൾ ഇവിടെ ഊരി വിട്ടിട്ടുണ്ട്. ഇവിടെ ഷൂ ഇവിടെ ഊറ്റിട്ടോ. എൻ്റെ പിള്ളേരിവിടെ ഫോട്ടോഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് 900 കണ്ടിയിലെ. നല്ല രസമുണ്ട് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ കാണാം. അപാര വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. ഭയങ്കര രസമാണ്. താഴത്തേക്ക് ഭയങ്കര പൊക്കെയാണ്. ഇതൊക്കെ ഫുള്ള് ഫോറസ്റ്റാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഗ്ലാസിന് മേലെ നിൽക്കുന്ന നമ്മുടെ കൂടെ വന്ന വണ്ടിയിലുണ്ടായിരുന്നാണ്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. ട്രാവൽ ഡെസ്റ്റിനി തന്നെ. അതെ അല്ല അവരെടുത്തോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻഡ് വരുന്നത്. ഇവിടെ ആയിട്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതാണ് വ്യൂ. ഇവിടെ നിന്നിട്ടുള്ള ഫുള്ള് ഫോറസ്റ്റാണ്. അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ, നല്ല ആഴമുണ്ട്. ഇവിടെ ഷംനാസ് എന്ന് പറഞ്ഞൊരു ആളാണ് നമുക്ക് ചെയ്തു തന്നത്, നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നത്. ഇവിടെ ഫോട്ടോ എടുത്ത് തരാനൊക്കെ ആളുണ്ടാവും. മാക്സിമം 1 മിനിറ്റാണ് ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഗസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചൊരു 2-3 മിനിറ്റ് അവരൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോവാം. ഇവിടെ 12 ആക്ടിവിറ്റീസാണ് ഉള്ളത്. അത് ചെയ്യാനായിട്ട് 1 മണിക്കൂറാണ് ഉള്ളത്. നമ്മൾ 11 മണിയായപ്പോൾ ഇവിടെ എത്തിയതാണ്. അപ്പോൾ 11 കാലമായി. അപ്പം ബാക്കി ആക്ടിവിറ്റീസും കൂടെ പെട്ടെന്ന് ചെയ്തിട്ട് താഴേക്ക് പോകണം. സോ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബാക്കി ആക്ടിവിറ്റിയും കൂടെ ചെയ്യണം കേട്ടോ. നമ്മൾ അടുത്ത ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി പോവാം. ആർച്ചറി ആണ് കേട്ടോ. ആർച്ചറി ആൻഡ് എയർ റൈഫിൾ ഷൂട്ടിംഗ്. ഇതാ only 1 shot is allowed per person. ഒരാൾക്ക് ഒറ്റ ഷൂട്ടിങ് മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ വന്ന് വേറെ ഫാമിലിയാണ് കേട്ടോ. കൊണ്ടിട്ടില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കൊണ്ടില്ലായിരുന്നു. നമുക്കിനി അടുത്ത ആർച്ചറി ചെയ്യാം.
അത് കഴിഞ്ഞു. നമ്മളിനി അടുത്ത ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. സിപ്ലൈൻ അവിടെ നിന്ന് വിടും, ഇതാ അവിടെ പോയി ആ പോയിന്റിൽ പോയി തീരും. അപ്പോൾ സിപ്ലൈൻ ചെയ്യുന്നതിനും പിന്നെ ഇവിടെ ഒരു ജാൻസിങ് ഉണ്ട്, അതും പിന്നെ വേറൊരു ആക്ടിവിറ്റിക്കും കൂടെ സൈക്ലിങ്ങിനും കൂടെ എക്സ്ട്രാ 100 കൊടുക്കേണ്ടി വരും. ഓരോന്നിനും ഓരോ ആക്ടിവിറ്റിക്കും എക്സ്ട്രാ 100 കൊടുക്കേണ്ടി വരും. ബാക്കി എല്ലാം കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പം ഇവിടെ കുട്ടികൾക്കുള്ള കിഡ്സ് പാർക്കും കാര്യങ്ങളും പിന്നെ ഒരു വ്യൂ പോയിൻറ്റും ഒക്കെ ഉണ്ട് ഇവിടെ. കുട്ടികളൊക്കെ നിർത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, ഇതാണ് ജയൻറ്റ് സ്വിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ വലിച്ചങ്ങോട്ട് ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കാണ്. അപ്പം ഇത് ജയൻറ്റ് സ്വിങ് വരുന്നത്. ഇതിന് 100 കണ്ടാണ് എക്സ്ട്രാ വരുന്നത്. 2 പേർക്ക് ഇരിക്കാം. 2 പേർക്ക് ഇരുന്നിട്ട് ഇവിടുന്ന് അവർ വലിച്ചു വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് പോകും. ഇവിടെ നിന്നാണ് വലിക്കുന്നത്. വലിച്ചിട്ടിട്ട് നേരെ അങ്ങോട്ട് പോവാം. അതാണ് നമ്മൾ കരപ്പുഴ കണ്ടതിൻ്റെ ചെറിയൊരു വേർഷൻ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്, ചെറിയൊരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട് അവിടെ. നമ്മുടെ ഹരിസാറും വൈഫും ഒക്കെ അവിടെ ഇരിക്കുകയാണ്. കുട്ടികളവിടെ കളിക്കുന്നു. സോ ഞാൻ പരിചയപ്പെടുത്തിയില്ലായിരുന്നു അവരെ. പിന്നെ ചിലർക്ക് വീഡിയോസ് ഒന്നും എടുക്കുന്ന അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അവരുടെ വീഡിയോസ് ഒന്നും എടുക്കാനത്. സോ നമുക്കെന്തായാലും ഇപ്പോൾ പരിചയപ്പെടാം. ഇപ്പം 3ാമത്തെ വീഡിയോ ആണ്. അപ്പം നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗസ്റ്റിൽ വന്നിട്ട്. സാറിൻ്റെ പേര് ഹരി, സാർ മാഡം സുജി. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇപ്പം ടോട്ടല്? 3 ദിവസമായില്ലേ ഇപ്പോൾ നമ്മൾ? എങ്ങനെയുണ്ടായിരുന്നു ടോട്ടൽ മൊത്തത്തിൽ? കുട്ടികളുണ്ട് അവിടെ. കുട്ടികളവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വലിയ തിരക്കില്ല കേട്ടോ, ഇന്ന് തിരക്ക് കുറവാണ്. ഇതാണ് 2 കുട്ടികൾ. ചെറിയ കുട്ടീൻ്റെ പേര് ധർണിഷ്, ഇത് സാറ. അത് സാറ, ഇത് ധർണിഷ്. ഹായ്. ഭയങ്കര എൻജോയ്മെൻ്റാണ്. അവർക്ക് പാർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മിണ്ടിയില്ല ഇവിടെ പാർക്ക് ഉണ്ടെന്നുള്ള കാര്യം. അവർക്കറിയില്ലല്ലോ, അവരാദ്യമായിട്ടാണ് വരുന്നത്. അപ്പം ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് വണ്ടിയിലിരുന്നിട്ട് ചോദിച്ചിട്ടുള്ളൂ, നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് മാറിയിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ, പാർക്കിലൊക്കെ പോയാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് പോവാം, വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വലിയ പാർക്കല്ല, എന്നാലും അത്യാവശ്യം കളിക്കാനുള്ളൊരു പാർക്കുണ്ട്. സോ അതൊക്കെ എൻജോയ് ചെയ്ത് അവർ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് 900 കണ്ടിയിലെ വിശേഷങ്ങൾ. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡായിരുന്നു. ഇത്രയും വലിയ ഓഫ് റോഡിൽ ഞാൻ ജീപ്പിൽ ആദ്യമായിട്ടാണ്. വേറെയും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ഗസ്റ്റുകൾ കുറേ പേര് വിട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കയറി നോക്കാം എന്താണുള്ളതെന്ന്. ഇതാണ് കേട്ടോ ആ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞത്. ചെറിയൊരു വ്യൂ പോയിൻറ്റും ഒക്കെ ആയിട്ട് ഇവിടെ ഒരു പാറയാണ്. പാറയിൽ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റുണ്ടോ വരുന്നത്. താഴെയൊക്കെ ഭയങ്കര ചൂടായിരുന്നു, നല്ല കാറ്റുണ്ട് ഇപ്പോൾ. ഇങ്ങനെ പോയി വരാം. അപ്പോൾ ഇതാണ് സ്ഥലം. ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ പോയി അവിടെ പോയി ഇങ്ങനെ ഇറങ്ങി വരാം. അതെനിക്ക് തോന്നുന്നു സ്കൈ വാക്കിൻ്റെ സെറ്റപ്പാണെന്ന് തോന്നുന്നു. നല്ല കിതയ്ക്കുന്നുണ്ട്, പക്ഷേ ക്ലൈമറ്റ് കൊള്ളാം കേട്ടോ. അപ്പം നല്ല ഇപ്പോൾ സമയം 12 മണിയാകും. 11:45 11:45. നല്ല ഒരു ചില്ലിങ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ്.
അത്യാവശ്യം ചൂടങ്ങനെയില്ല, അത് തന്നെ ഭയങ്കര സമാധാനം. ഇപ്പം നമ്മുടെ നാട്ടിൽ ചൂടിൻ്റെ അവസ്ഥ അറിയാമല്ലോ, ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരാശ്വാസം. അങ്ങനെ ഇത് നമ്മൾ വന്ന വണ്ടികളാണ് പാർക്ക് ചെയ്തിട്ടേക്കുന്നത് അവിടെ. കൊള്ളാട്ടോ, ഇത് അത്യാവശ്യം വൺസ് ഇൻ എ ലൈഫ് ടൈം എന്നുള്ള ഒരു എക്സ്പീരിയൻസിന് വേണമെന്നുണ്ടെങ്കിൽ വരാം. സാറ്റർഡേ സൺഡേസിൽ അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ നല്ല തിരക്കായിരിക്കും, ഇങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റത്തില്ല, അതുപോലെ തിരക്കായിരിക്കും. പിന്നെ നമ്മൾ വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, ഇങ്ങോട്ടേക്ക് ഇവരുടെ ജീപ്പ് തന്നെ എടുത്തിട്ട് വന്നാൽ മതി. നമ്മുടെ ജീപ്പ് കൊണ്ട് വരാതിരിക്കണതാണ് ബെറ്റർ. കാര്യം ഇവരാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, എന്ത് വഴി നന്നായിട്ടറിയാം. സോ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കാറ് അവിടെ പാർക്ക് ചെയ്തിട്ട് കാറ് ജീപ്പ് അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവരുടെ വണ്ടിയിൽ വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ആ ജയൻറ്റ് സ്വിങ്ങാണ് കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഒറ്റ വിടും. ചിലർക്ക് പേടിയാവും, ചിലർ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റും കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. 1 മണിക്കൂറാണ് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. 250 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് റേറ്റ്. ജീപ്പിൻ്റെ എക്സ്ട്രാ ആണ്. ജീപ്പിന് നമ്മൾ തിരിച്ച് താഴെ എത്തിക്കഴിയുമ്പോൾ കൊടുത്താൽ മതി. കുട്ടികൾക്ക് 100 രൂപ. പിന്നെ സിപ്പ് ലൈനും ഞാൻ പറഞ്ഞ പോലെ ആ 3 ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ 100 വെച്ചിട്ട് കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ വന്നിട്ടാണ് അതിൻ്റെ. ഇതാണ് സിപ്പ് ലൈൻ. ഇവിടെ നിന്ന് സ്റ്റാർട്ടായിട്ട് ആ പോയിന്റിൽ പോയി എൻഡ് ചെയ്യും. അങ്ങനെ പോയി. അവിടെ ചെന്ന് നിൽക്കും. ഇതാണ് സിപ്പ് ലൈൻ. പക്ഷേ ഇതിലും ബെറ്റർ കാരാപ്പുഴയിൽ തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരാപ്പുഴ പക്ഷേ റേറ്റ് കൂടുതലാണ്, 390 രൂപയാണ്. അത് ആണ് കേരളത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ എന്നാണ് അവർ പറയുന്നത്. എല്ലായിടത്തും ഇപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഒഫീഷ്യലി അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആരെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ വർത്തായിട്ട് തോന്നിയത് അതാണ്. പിന്നെ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം ആയിട്ടുണ്ട്. സോ നമ്മൾ തിരിച്ചു പോകണ്ട. നമ്മൾ വന്ന വണ്ടിയിൽ തന്നെ ഇവിടെ വെള്ളം കുടിക്കാൻ വെച്ചിട്ടുണ്ട്. ഡ്രിങ്കിങ് കുട്ടികൾ ഓടി വന്നിട്ടുണ്ട്. വെള്ളം കുട്ടികൾക്ക് കൊടുത്തിട്ട് കുറച്ച് കുട്ടികൾ ദാഹിച്ചു വന്നായിരുന്നു. അപ്പോൾ ഫുഡ് വെച്ചിട്ട് വെള്ളം തീരാനായി തോന്നുന്നു. ഇതാണ് വെള്ളം കുടിക്കാനുള്ള ഒരു പോയിന്റ്. ടോയ്ലറ്റ് ഉണ്ട് അവിടെ. നമ്മൾ വന്ന ജീപ്പ് ഇതാ ഇവിടെ. ഇതാണ് ജീപ്പ് ഡ്രൈവർ. ഒരുണ്ട് ആ ടോയ്ലറ്റിൽ പോയത്. ഇതാണ് നമ്മൾ വന്ന ജീപ്പ് കേട്ടോ. നിങ്ങളുടെ പേരെന്തായിരുന്നു? ഉണ്ണിയോ? ഓക്കെ ഓക്കെ. ഉണ്ണി നമ്മളെങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. ഈ ജീപ്പ് ഉസ്താദ് ജീപ്പ് ട്രാവൽ ഡെസ്റ്റിനി. ട്രാവൽ ഡെസ്റ്റിനി ഇൻസ്റ്റയുണ്ട്, യൂട്യൂബും ഉണ്ട്. ഈ കാണുന്ന ഫസ്റ്റ് കാണുന്നത് കേട്ടോ. ഇത് ഇൻസ്റ്റ, മറ്റേത് തന്നെ യൂട്യൂബ് തന്നെ. ദ ട്രാവൽ ഡെസ്റ്റിനി തന്നെ പേര്. ഫോളോ ചെയ്താൽ മതി. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ വീഡിയോസും യൂട്യൂബും ചെയ്തു വെച്ചോട്ടോ. നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. തിരിച്ചു പോവാണ്. എനർജി ഭയങ്കര.
പുലിയുണ്ടോ? പുലിയുണ്ട്. ഈ റഷ് ഇങ്ങനെ വണ്ടി പോകുന്നതുകൊണ്ടും അതുകൊണ്ട് വരുന്നതുകൊണ്ട് അധികം അങ്ങനെ പകൽ ഇതുവരെ കണ്ടിട്ടില്ല. പകലൊരു തവണയൊക്കെ അമ്മ രാത്രി ഉണ്ടാവും അല്ലേ? രാത്രി ഉണ്ടാവും. ഏറ്റവും ടോപ്പൻ്റെ ഉണ്ട് ഇവിടെ. എല്ലാ ബ്ലൂംസ് TT പെൻഡിഗ്രാം എന്ന് പറഞ്ഞ റിസോർട്ട് അവിടെയൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന വണ്ടി. അപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുക. എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളപ്പം 2 ഫാമിലി ഉള്ളതുകൊണ്ട് ഷെയർ ചെയ്തിട്ടായിരുന്നു പോയിരുന്നത്. സോ ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അത് പേയ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. നമ്മൾ തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വണ്ടി നമ്മുടെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം.